ഹായ്, ഞാൻ അപർണ മൽബ്രി. ഇന്നൊരു വലിയ ഇവൻറ്റിന് പോവാണ്. ഹലോ ഗൈസ്, വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും സമയമില്ല. കാര്യം ഒരുപാട് വൈകിട്ടുണ്ട്. കുറച്ച് സമയമുള്ളൂ. ആ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് റെഡിയായി ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊരു വർക്ക് ഉണ്ട്. അതിന് പോകാനായിട്ട് ഒരുങ്ങാണ്. ഇൻസ്റ്റഗ്രാമിലും അതല്ലാതെ തന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ടായിട്ടുള്ള അപർണ മൽബരിയാണ് നമ്മൾ ഒരുക്കാനായിട്ട് പോകുന്നത്. 2 ദിവസം മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സാരി ഡ്രപ്പിംഗ് മുമ്പ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ഇപ്പോൾ വിളിച്ചതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്നറിയത്തില്ല. ആദ്യമായിട്ട് അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാനൊരു സെലിബ്രിറ്റി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിയാണ് ഫസ്റ്റ് ഒരുക്കിയത്. അപ്പോൾ ഇപ്പോൾ രണ്ടാമതും എനിക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2-3 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ നാട്ടിലായി പോയതുകൊണ്ട് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇനിയൊരു അവസരം വന്നാൽ എന്തായാലും പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചു, ചെല്ലാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോവാണ് ഗൈസ്. ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനുള്ളൊരു ടൈമൊന്നുമില്ല. എങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരുങ്ങിയിട്ട്, അത് തൊട്ട് സമയമില്ല, ഇപ്പോൾ തന്നെ ഒരു 3 മണിയാവാനായിട്ട് പോകുന്നുണ്ട്. 3:30 എനിക്ക് ചെല്ലണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് കുറച്ച് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ എന്തായാലും 3 മണിക്കെങ്കിലും എനിക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഒരുങ്ങിയിട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുങ്ങിയിട്ട് വരാം. ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. നമുക്ക് പോകാനുള്ള വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പോകേണ്ട വണ്ടി എത്തി. ഞാൻ 3 മണിക്ക് എത്താമെന്ന് പറഞ്ഞെങ്കിലും വേണ്ട, 3:30 എത്തിയാൽ മതി എന്ന് ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു. കാര്യം മീറ്റിംഗ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് വന്നാൽ മതി. അതുമാത്രമല്ല പെട്ടെന്ന് ഒരുക്കുകയും വേണം. കാരണം 5:30 ഇറങ്ങണം. അതുകൊണ്ട് തൃശ്ശൂരാണ് പോകേണ്ടത് മാമിന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് എത്തണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാരണം വൈകരുതല്ലോ. ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരുപാട് ദൂരം ഇല്ലാത്തത് കാരണം എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ട്രാഫിക് ഒരു രക്ഷയില്ല. നമ്മൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചിരുന്നാൽ താമസിച്ചെത്തുന്ന ടൈപ്പിലുള്ള ട്രാഫിക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും അന്നത്തെ ദിവസം ട്രാഫിക്ക് ചതിച്ചില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. പിന്നെ ഞാൻ വണ്ടിയിലിരുന്നപ്പോഴാണ് പറഞ്ഞത് ലേറ്റായിട്ട് എത്തിയാൽ മതി, ഞാൻ ഇനിയും വൈകും എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ ഓൾറെഡി നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഞാൻ കുറച്ചധികം നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും നമ്മൾ വൈകിയില്ലല്ലോ, അതാണ് ഇവിടുത്തെ പോയിന്റ്. ഇതാണ് പറഞ്ഞ ഫ്ലാറ്റ്. നമ്മൾ എത്തേണ്ടതിലും നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. എന്നാലും ഞാൻ വന്ന ഉടനെ വിളിച്ചു പറഞ്ഞു ഞാൻ എത്തിയിട്ടുണ്ടെന്ന്. പക്ഷെ അകത്ത് കയറാൻ പറ്റില്ല, കാരണം ഫുൾ ലോക്ക്ഡൗൺ. കുറച്ചു നേരം ഞാൻ അവിടെ കിടന്ന് കറങ്ങിയെങ്കിലും ലാസ്റ്റ് ഞാൻ ഈ സെക്യൂരിറ്റി ചേട്ടനോട് എന്ന് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ തന്നെ തുറന്ന് അകത്ത് കയറ്റി ഇരുത്തി. വരുന്നത് വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഓരോ കാർ വരുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് പുള്ളിക്കാരിയാണെന്നാണ്. പക്ഷേ ഞാൻ വിചാരിക്കാത്തപ്പോഴാണ് പുള്ളിക്കാർ വന്നത്. അരമണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്തു. എന്നിരുന്നാലും വന്ന ഉടനെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. എനിക്കതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് അപ്പം തന്നെ എടുക്കണം എന്ന് തോന്നിയിരുന്നു ആ വീഡിയോ ഒക്കെ. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. പുള്ളിക്കാരുടെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ പെട്ടെന്ന് ഓടി എന്തായാലും റൂമിനകത്ത് കയറി. ആ റൂമിനുള്ളിൽ കയറുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഭയങ്കര ഭംഗിയുള്ളൊരു വീടായിരുന്നു കേട്ടോ. കയറുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂച്ചയെ പേടിയുണ്ടോയെന്ന്. കാരണം 2 ദിവസം മുന്നേ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന പൂച്ചയാണ് കേട്ടോ ഇത്. പൂച്ചയും പട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലും പൂച്ചയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ സാരിയൊക്കെ എടുത്ത് തന്നു. ഫുൾ അയൺ ചെയ്യണമായിരുന്നു. കാര്യം ഫുള്ള് കുറച്ച് ചുളുങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. അത് ഫുള്ള് ഞാൻ അയൺ ചെയ്തെടുത്തു. ശേഷമാണ് ഡ്രൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. കഴിയുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മേം കയറി പോയത്. ഞാൻ എന്തായാലും ഫുൾ അയൺ ചെയ്ത് പ്ലീറ്റൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ മേമിനെ വിളിച്ചു. വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്ത കാരണം ഞാൻ എല്ലാ വീഡിയോ ഒറ്റയ്ക്കാണ് എടുത്തത്. കാരണം പെട്ടെന്നുണ്ടായതുകൊണ്ട് ആരും എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഉടുത്ത് കൊടുക്കുന്ന വീഡിയോസ് ഒന്നും ഇല്ല. ഈ ജ്വല്ലറി ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാരിയുടെ ഈ ഒരു ജ്വല്ലറിയാണ് പെയർ ചെയ്ത് വെക്കുന്നത്. മേമിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി എന്ത് വർക്ക് ഉണ്ടെങ്കിലും എന്നെ വിളിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അപർണ മൽബ്രി. ഇന്നൊരു വലിയ ഇവൻറ്റിന് പോവാണ്. സിഗ്നേച്ചേഴ്സ് ബൈ അശ്വതി ചേച്ചിയാണ് ഇന്ന് എനിക്ക് ഈ സാരി എടുത്ത് തന്നത്. ഇറ്റ്സ് റിയലി അമേസിങ്. ഈ ഡ്രേപ്പിംഗ് സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ജസ്റ്റ് ഓരോരോ ഇൻട്രിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. എനിക്കിനി സുഖമായിട്ട് നടന്ന് കാറിലൊക്കെ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്നിരിക്കും. അതേപോലെ തന്നെയാണ് ഉടുത്ത് തന്നത്. ബാക്കിലൊക്കെ നല്ല ഷേപ്പിലാക്കി തന്നു. ഐ എം സോ ഹാപ്പി. തീർച്ചയായിട്ടും അശ്വതിനെ വിളിച്ച് set your appointment for your next event. Okay? Thank you. അപ്പോൾ എത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.